നമസ്തേ. ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു ഉദ്യാനം അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം പോലെയാണ്. അതിനുള്ളിൽ പല വിധത്തിലുള്ള ചെടികളുണ്ടാകും. മുള്ളുള്ളതും മുള്ളില്ലാത്തതും, പല രീതിയിലുള്ള പൂക്കളും പല രീതിയിലുള്ള കായ്കളും ഫലങ്ങളും ഒക്കെ പുറപ്പെടുവിക്കുന്നതായിട്ടുള്ള ചെടികൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഉദ്യാനത്തിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അത് കാട് കയറും, അല്ലെങ്കിൽ അവിടെയുള്ള ചെടികളൊക്കെ നശിച്ചു പോയി ചിലപ്പോൾ അതൊരു തരിശു ഭൂമിയായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടും ഒരു കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഞാൻ എൻ്റെ ടീനേജ് കാലഘട്ടത്തിലൊക്കെ ഞാൻ എൻ്റെ പിതാവിനെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു പുഴ പോലെയാണ്, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, അത്ര ഈസി ആയിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അമിതമായിട്ടുള്ള പ്രതികരണം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നില്ല, എന്നാൽ ആവശ്യമുള്ള സമയങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാടുകളുള്ള ഒരു വ്യക്തിയുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ നഷ്ടമായി പോയി എന്നുള്ളതാണ്. പക്ഷേ ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥൻ എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എൻ്റെ പിതാവ് തന്നെയാണ് എന്നുള്ളതാണ്, ഈ ഒരു കാലത്താണെങ്കിൽ പോലും. കാരണം അദ്ദേഹത്തിൻ്റെ വില, നമ്മൾ ഏതൊരു ഗൃഹനാഥൻ്റെയും വില എല്ലാവർക്കും ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ തന്നെയാണ്. അദ്ദേഹമുള്ള സമയത്ത് ചിലപ്പോൾ അദ്ദേഹം കാമായിരിക്കും, ശാന്തനായിരിക്കും. പക്ഷേ അവർ ആ കുടുംബത്തിനെ നിലനിർത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് എന്നുള്ളതാണ്. ആ ശക്തി ഇല്ലാതെ ആകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു വില തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. കാരണം അവരുടെ പവർ, അവരുടെ അതോറിറ്റി, അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുന്ന രീതി, അവർ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ്. ബട്ട് നമ്മളിവിടെ നിരീക്ഷിക്കാനായിട്ട് പോകുന്നത്, നമ്മളുടെ കുടുംബങ്ങളിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുള്ള കുടുംബങ്ങളിലേക്ക് വരുന്ന സമയത്ത്, ചിലപ്പോൾ നമ്മളുടെ ബന്ധുക്കളുടെ ആയിരിക്കാം, സുഹൃത്തുക്കളുടെ ആയിരിക്കാം, കുടുംബ ബന്ധങ്ങളിൽ ചിലപ്പോൾ അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ മരുമക്കളും ഈ പറയുന്ന അമ്മായി അമ്മയും അമ്മായി അപ്പനും തമ്മിലുള്ള ബന്ധമായിരിക്കാം. എന്തു തന്നെ ആകട്ടെ, ഏത് രീതിയിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിള്ളലുണ്ടാകുന്ന ഒരവസ്ഥയാണ് നമുക്കിന്ന് കുടുംബങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിന്ന് പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് കുടുംബങ്ങൾ പല രീതിയിൽ തകർന്നു പോവുകയും നശിച്ചു പോവുകയും ചെയ്യുന്നത് പണ്ടത്തേതിനേക്കാൾ തോത് വർദ്ധിച്ച രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുമെന്നുള്ളതാണ്. പണ്ടൊക്കെയുള്ള കാരണവന്മാർ ഒരുപാട് പണി പറമ്പിലൊക്കെ എടുക്കുന്നു, അവിടെ കൃഷി ചെയ്യുന്നു, അവിടെ കാലിത്തൊഴുത്തിൽ നിന്ന് ഈ പറയുന്ന ചാണകം എടുത്തുകൊണ്ട് തലയിലേറ്റി ദേഹത്തൂടെ മുഴുവൻ ഇത് ഒഴുകുകയാണ്. അവർ ഓരോ കവുങ്ങിൻ്റെയും തെങ്ങിൻ്റെയും ചോട്ടിൽ കൊണ്ടയിടുന്നു. അവർക്ക് ചിലപ്പോൾ 10-11 മക്കളുണ്ടാകും. പക്ഷേ ഇന്നത്തെ കാലത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ പണികളൊന്നും ആർക്കുമില്ല. എല്ലാവർക്കും സൗകര്യങ്ങളൊക്കെ കൂടി. പണ്ടുള്ള ആൾക്കാരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടും സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായിട്ടും ഒക്കെ ആളുകൾക്ക് സാമ്പത്തിക ശേഷിയൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പക്ഷേ പ്രശ്നങ്ങൾ കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ഈ 10-11 മക്കളായിട്ട് കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു കാലത്ത് കുടുംബങ്ങളിൽ, ഈ ഒത്തിരി ആൾക്കാരുള്ള കൂട്ടുകുടുംബങ്ങളിൽ ഇല്ലാത്ത പ്രശ്നമാണ് 2-3 പേരുള്ള കുടുംബങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അവർ അധ്വാനിച്ചു, ഒരുപാട് മക്കളും ഉണ്ടായി. ഇന്ന് ആളുകൾക്ക് അധ്വാനം കുറവാണ്, ചിലപ്പോൾ 1-2 കുട്ടികളേ ഉള്ളൂ. അവരെ തന്നെ വളർത്താനായിട്ട് മനസ്സില്ലാത്ത വ്യക്തികൾ, അല്ലെങ്കിൽ അവരെ തന്നെ എന്താ പറയുക, ഇത്രയും കുറഞ്ഞ കുട്ടികൾ, 1 കുട്ടി 2 കുട്ടി ഉണ്ടായിട്ടുള്ളെങ്കിലും അതിൻ്റെ കഷ്ടപ്പാടുകൾ സോഷ്യൽ മീഡിയയിൽ പോലും വന്നിരുന്ന് വിളിച്ചു പറയുന്ന ആൾക്കാരുടെ ഒരു കാലമാണ്. അപ്പം ഞാനെപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ കാണുന്ന സമയത്ത് ചിന്തിക്കുന്ന ഒരു കാര്യം, ഇന്ന് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ്റെ ഒക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് നമ്മുടെ ചിന്ത പോകുന്നത് പണ്ട് കാലത്തെ ഈ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ എത്രയോ മക്കളെയാണ് ഇവർ നല്ല ആരോഗ്യത്തോടെയും നല്ല ബുദ്ധി ഊർമ്മതയോടുകൂടിയും വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നതും അവർ പിന്നീട് നമ്മുടെ സമൂഹത്തിന് തന്നെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചെറിയ കുടുംബങ്ങളിൽ 1-2 കുട്ടികൾ ഉള്ളെങ്കിൽ പോലും അവരെ പോലും നേർവഴിക്ക് നടത്താനായിട്ട് സാധിക്കുന്നില്ല. പലരും പല രീതിയിലുള്ള അടിമത്തങ്ങളിലേക്കും ലഹരി ഉപയോഗങ്ങളിലേക്കും ഒക്കെ പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പഴമക്കാർ പറയാറുണ്ട്, മോന്താഴം വളഞ്ഞു കഴിഞ്ഞാൽ 64 വളയും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിലൊക്കെ പല ആംഗിളിൽ നോക്കുന്ന സമയത്ത് ഇന്നൊരു ആധുനിക കാലത്ത് നിൽക്കുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള രീതിയിൽ വീക്ഷിക്കുമ്പോൾ പോലും കഴമ്പുള്ളതുപോലെ നമുക്ക് തോന്നുമെന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരുപാട് മോഡേൺ ആണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് കുറേ മണ്ടത്തരങ്ങൾ, അത് സയൻറ്റിഫിക് ആണോ അല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള രീതിയിലുള്ള ഫിലോസഫിയുടെ പുറത്തുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് നമ്മൾ അടിമത്തമായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പാർഷ്യാലിറ്റി ആയിട്ടുണ്ടോ, നമ്മൾ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചിന്തിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉള്ളിൽ നിന്ന് വരികയാണ്. സോ വ്യക്തികളിൽ നിന്ന് ഇങ്ങനത്തെ ചില ലക്ഷണങ്ങൾ വരുന്ന സമയത്ത് ഒരു കുടുംബം അവിടെ ഛിന്ന ഭിന്നമായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഇന്ന് പല കുടുംബങ്ങളും
തകർന്നു പോകുന്നതിൻ്റെ ഏറ്റവും ഏർലി സയൻസ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അത് ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ സ്വന്തം കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ അറിയുന്ന ഏതെങ്കിലും കേസുകളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഭാവിയിൽ നല്ല കുടുംബങ്ങളെ ഇവിടെ സ്ഥാപിക്കാനായിട്ടും അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫാമിലി എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്നാണ് പല ആളുകളും പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും അതാണ് ഇന്നത്തെ സൊസൈറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പം തകർന്ന കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അവിടെ അച്ഛനമ്മമാർ വയസ്സ് ചെന്ന അച്ഛനെ അമ്മേനെ നോക്കാതെ ഉപേക്ഷിക്കുന്ന മക്കളെ നമുക്കറിയാമെന്നുള്ളതാണ്. അവരുടെ മരണശേഷം നമ്മൾ അവരുടെ കല്ലറയിൽ പോയിട്ട് തിരികെ എത്തിക്കുകയോ അല്ലെങ്കിൽ ദൈവവചനങ്ങൾ നമ്മൾ സ്റ്റാറ്റസ് ആക്കിയത് കൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളൊരു ഒറ്റ ചോദ്യമാണ്. അപ്പോൾ ചില ആളുകൾക്ക് പല മറുപടി ഉണ്ടായിരിക്കും. ഞങ്ങളെ ആയ കാലത്ത് നോക്കിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സ്വത്ത് മുഴുവൻ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ പ്രായം ചെന്ന മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥകളൊക്കെ നമുക്കിന്ന് സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിലും എത്ര മോശപ്പെട്ട സ്വഭാവം ആണ് എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ജന്മം തന്നു എന്നുള്ള ആ ഒരു ഒറ്റ കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ മാതാപിതാക്കളാണ്. അവരെ ഏത് സാഹചര്യത്തിലും എങ്ങനെയാണെങ്കിലും നമ്മൾ നോക്കാനായിട്ട് കടപ്പെട്ടവരുമാണ് എന്നുള്ളതാണ്. അവർ നമ്മളോട് പിണങ്ങിയാലും ഇണങ്ങിയാലും നമ്മളെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും എന്ത് അവസ്ഥയാണെങ്കിലും തന്നെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് നമ്മളുടെ ആയ കാലത്ത് നമ്മളുടെ ആ ഒരു കർമ്മം ചെയ്യാനായിട്ട് സാധിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമുക്ക് സൊസൈറ്റിയിൽ ഇന്ന് കാണാനായിട്ട് സാധിക്കുകയാണ്. സോ ഇന്ന് വലിയ വീടുകൾ ഉണ്ടാവുകയാണ്, പക്ഷേ കുടുംബങ്ങൾ വളരെ ചെറുതായി പോവുകയാണ്. ആ കുടുംബങ്ങളിൽ എത്ര കുടുംബങ്ങളിൽ സന്തോഷം, സമാധാനം അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നു എന്നൊക്കെ ഉള്ളത് വലിയ ചോദ്യമാണ്. പല ആളുകളുടെയും പ്രവർത്തികൾ കുടുംബങ്ങൾ നശിപ്പിക്കുന്നതിലേക്ക് വഴിവെക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ ഈ കുടുംബങ്ങൾ നന്നായിട്ടുണ്ടെങ്കിൽ സമൂഹം നന്നാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മുത്തശ്ശനില്ലാതെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാതെ വളർന്ന ഒരു കുട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള അഭാവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. എൻ്റെ വീഡിയോയിൽ ഞാൻ പലപ്പോഴും എൻ്റെ മുത്തശ്ശനെ കുറിച്ച് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒരു ഫോട്ടോ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ചു, സാറിൻ്റെ അച്ഛൻ്റെ അമ്മേനെയും കുറിച്ചൊന്നും പറഞ്ഞധികം കേൾക്കുന്നില്ല, എപ്പോഴും മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പേരക്കുട്ടി എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ചിന്തകളെ ഒരുപാട് വിശാലമാക്കിയതും എൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നതുമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നതും. അല്ലെങ്കിൽ ഞാൻ ഇപ്പം നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളോട് എനിക്ക് തോന്നുന്നു ഏകദേശം 400 ചില്ലറയോളം വീഡിയോകളിലൂടെ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ വീഡിയോയിലും ഒരു പോയിൻ്റെങ്കിലും എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ പല വീഡിയോകളുടെയും കാരണം തന്നെ അദ്ദേഹമായിരിക്കും. ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ആ പുസ്തകത്തിൻ്റെ പ്രധാന വ്യക്തിത്വം എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ കഥകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങൾ എൻ്റെ ഭാവനയും കൂടി മിക്സ് ചെയ്ത് കോർത്തിണക്കിക്കൊണ്ടാണ് ഞാനത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു പുസ്തകം എഴുതുന്ന സമയത്തായാലും ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അദ്ദേഹം അതിൻ്റെ ഒരു മൂല കാരണമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ. അതുപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒരു ക്ഷമയും അധ്വാനവും ഒക്കെയാണ് ഞങ്ങൾക്ക് ആ കാലത്തും ഈ കുടുംബം തകരാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഭാരത മഹാരാജ്യത്തിൻ്റെ ഭൂരിഭാഗ സ്ഥലങ്ങളും ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് കയ്യിൽ കാശോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സംവിധാനങ്ങളൊന്നുമില്ലാതെ, ജോലിയുടെ ഭാഗമായിട്ടൊന്നുമല്ല, വെറുതെ ഒരു യാത്ര എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വർഷങ്ങളോളം നീണ്ടു നിന്നൊരു യാത്ര. അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്തേക്കാണ് അദ്ദേഹം ചൊരിഞ്ഞിട്ടുള്ളത് എന്നുള്ളത്, ഈ ഭൂമിയിൽ ഇന്ന് അവശേഷിക്കുന്നത് ഞാനാണ് എന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹം ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെക്കാളും അപ്പുറത്തേക്ക്. അപ്പോൾ ഗ്രാൻഡ് പേരൻസിൻ്റെ അഭാവം പ്രധാനമായിട്ടും ഞാൻ ഈ മനഃശാസ്ത്ര മേഖലയിലേക്ക് വരുന്ന സമയത്ത് പഠിക്കുന്ന കാലത്ത് ഞാൻ കണ്ടതായിട്ടുള്ളൊരു പുസ്തകമാണ് ഈ പറയുന്ന ദ ആബ്സെൻറ്റ് ഫാദർ എഫക്റ്റ് ഓൺ ഡോട്ടേഴ്സ് എന്ന് പറയുന്നൊരു പുസ്തകം. അതായത് മാതാപിതാക്കളിൽ അച്ഛനില്ലാത്ത പെൺമക്കളെക്കുറിച്ച്, അല്ലെങ്കിൽ അച്ഛൻ്റെ അഭാവത്തിൽ പെൺമക്കളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള എഫക്ട്സ്. അതുപോലെ തന്നെ ഞങ്ങൾ സൈക്കോളജിയിൽ കണ്ട എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഫെനോമിനയാണ് ദ ഗ്രാൻഡ്മാ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ മുത്തശ്ശിമാർക്ക് ചെറുമക്കളോടുള്ള സ്നേഹം. അതുപോലെ തന്നെ ഗ്രാൻഡ് പേരൻസിന്, ഇപ്പം ഒരു അച്ഛനും അമ്മയും വളരെ കർക്കശ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും അവരുടെ മക്കളുടെ അടുത്ത്. പക്ഷെ അവരുടെ മക്കൾ ഉണ്ടായി കഴിയുന്ന സമയത്ത് ഈ അച്ഛനും അമ്മയും എന്താകുകയാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളായിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുടുംബത്തിൽ ഗ്രാൻഡ് പേരൻസ് ഇല്ലാതായാലും, മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ലാതായാലും, അല്ലെങ്കിൽ കുടുംബത്തിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഇരുവരും ഇല്ലാതാകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്തും ഒക്കെ കുട്ടികളിൽ ശക്തമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ സഹോദരനും സഹോദരിയും ചില വീട്ടുകളിൽ ഉണ്ടായിരിക്കും. അതായത്
അവർക്ക് അനിയനുണ്ട്, അനിയത്തിയുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, അങ്ങനെയുള്ള അവസ്ഥ. എന്നാൽ ചില സമയങ്ങളിൽ ആൺകുട്ടിയില്ല, പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പെൺകുട്ടി ഇല്ല, ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇവരുടെയൊക്കെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ ഇവരുടെ ഈ അഭാവങ്ങളും സാന്നിധ്യവും പ്രധാന റോള് വഹിക്കുന്നുണ്ട്. ഇപ്പം ചിലപ്പം 2 മക്കൾ 2 സ്ഥലത്ത് നിന്നായിരിക്കും ചെറുപ്പം തൊട്ടേ പഠിച്ചത്, അല്ലെങ്കിൽ ചില മക്കൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയും ചിലർ വേറെ സ്ഥലത്തുമായിരിക്കും. ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ പോലും നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറയുന്നത്, ഈ കുടുംബം എന്ന് പറയുന്നത് ഒരാളുടെ അഭാവം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ട് എന്ന് കൂട്ടുക. അപ്പോൾ ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള സ്വഭാവ രൂപീകരണം, ശാസ്ത്രീയമായിട്ടുള്ള ഒരു പേരൻറ്റിങ്ങും കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ലഭിക്കും. എന്നാൽ അതേസമയം ഇവരുടെയൊക്കെ അഭാവത്തിൽ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ആരും ബെറ്റർ മോശം എന്നല്ല ഞാൻ പറയുന്നത്, സ്വഭാവത്തിലുണ്ടാകുന്ന, പേഴ്സണാലിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. അത് സ്ഥിരമായിരിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഈ ഫാമിലി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ സൊസൈറ്റി നന്നാവുമെന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയമില്ല. അപ്പം നമ്മൾ ആരോരുമില്ലാതെ വളർന്നു വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ സ്വഭാവത്തിൽ അതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ നമുക്ക് ആരെങ്കിലും പേടിക്കാൻ വേണം, നമ്മളെ ആരെങ്കിലും പറഞ്ഞു തരാനായിട്ട് വേണം, നമുക്ക് സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആരെങ്കിലും വേണം, അല്ലെങ്കിൽ നമ്മൾക്കും ഇതൊക്കെ കിട്ടണം. ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഹ്യൂമൻ ബീയിങ്, ഒരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ ഒരു പൂർണ്ണതയിലേക്ക് വരികയാണ്. പക്ഷേ ഇത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പൂർണ്ണമായിട്ടുള്ളൊരു മനുഷ്യനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഈ കാര്യങ്ങൾക്കൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് തിരിഞ്ഞ്, സ്വാർത്ഥതയിലേക്കല്ല, ഞാനെന്നുള്ള അഹംഭാവത്തിലേക്കല്ല, ഹുവാമൈ എന്നുള്ളൊരു അന്വേഷണം ഉണ്ടല്ലോ, അതിലേക്ക് തിരിയുന്ന സമയത്താണ് നമുക്ക് ഈ ആത്മീയ ലോകത്തിലേക്കുള്ള ഒരു താക്കോലായിട്ടും ഒരു കവാടമായിട്ടും നിലനിൽക്കുന്നത് ഈ പറയുന്ന എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തിത്വവും ഫാമിലിയും ഒക്കെ ഇത്ര കണക്റ്റായിട്ട് കിടക്കുന്ന സമയത്തും എന്താണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാമത് വരുന്ന കാര്യമാണ് ചെറിയ കാര്യങ്ങൾക്ക് വലിയ അർത്ഥം കൊടുക്കുന്നതായിട്ടുള്ള പ്രവണത ഉണ്ടാകുന്നത്. ഇപ്പോൾ കുടുംബത്തിൽ ഞാൻ പറഞ്ഞു, പല പൂക്കളും ചെടികളും പോലെ പല സ്വഭാവത്തിലും പല പേഴ്സണാലിറ്റിയിലുമായിരിക്കും ആൾക്കാർ ഉണ്ടാകുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമായിരിക്കും. ദേഷ്യക്കാരനുണ്ടായിരിക്കും, അല്പം റഫായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, വളരെ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ആളുണ്ടായിരിക്കും, ഭയങ്കരമായിട്ട് സോപ്പിടുന്ന ആളുണ്ടായിരിക്കും. പല സ്വഭാവക്കാർ കുടുംബത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർ ഓരോരുത്തരുടെയും വർത്തമാനത്തിനെ വലിയ സംഭവമാക്കിയിട്ട് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം ഒരിക്കലും നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ദേഷ്യപ്പെടുന്ന അയാൾ ചിലപ്പോൾ ദേഷ്യത്തോടെ ആയിരിക്കില്ല, അയാളുടെ ടോൺ അങ്ങനെയാണ്. അയാൾ ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ അതാ മറ്റേ ആൾക്ക് വളരെയധികം ഹർട്ട് ചെയ്യുന്നു. അയാൾ അതിനെ വലിയൊരു സംഭവമായിട്ട് എടുക്കുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അത് മറ്റുള്ളവരോട് പറയുന്നു. സോ ഈ ടോൺ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ ഈ റഫായിട്ട് സംസാരിക്കുന്ന ആൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സംസാരം വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുക എന്നുള്ളതാണ്. ആ പ്രശ്നമാക്കി മാറ്റുന്നത് ചിലപ്പം കുടുംബത്തിലെ വേറൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് അതിൻ്റെ സാധാരണ ഉണ്ടാകുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. സോ ചെറിയ കാര്യങ്ങളെ എക്സാജറേറ്റ് ചെയ്യുന്നൊരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ കുടുംബത്തിലൊരു കോൺഫ്ലിക്റ്റ് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് ഈ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ടോൺ ആൻഡ് വേർഡ്സ് തെറ്റായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥ. അടുത്തതായിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ കുറയുന്നു എന്നുള്ളതാണ്. അതായത് പറയാനുള്ള കാര്യം, സംസാരിക്കാനുള്ള കാര്യം സൈലന്റ് ആയിട്ട് ഉള്ളിൽ തന്നെ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കും ചില ആൾക്കാർ. ഇപ്പോൾ ഈ ടീനേജുകാരിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ പ്രധാനമായിട്ടും കൂടുതലായിട്ട് ഇത് സ്ത്രീകളിലും ഈ പറയുന്ന ടീനേജിലുള്ള ഏത് ജനറിൽപ്പെട്ടതാണെങ്കിലും മക്കളിലുമൊക്കെയാണ് നമ്മളിത് കൂടുതൽ കാണാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത്. കാരണം ഈ പഴയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ഉള്ളിലുള്ളത് വെട്ടിത്തുറന്ന് പറയും. പല പുരുഷന്മാരാണെങ്കിലും അത് വെട്ടിത്തുറന്ന് പറയും. പക്ഷേ ടീനേജിലുള്ള ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, പിന്നെ അതുപോലെ തന്നെ ചില കുടുംബങ്ങളിലെ അമ്മമാർ, മുത്തശ്ശിമാരെ അല്ല ഞാൻ പറയുന്നത്, അമ്മമാർ. കാരണം അവിടെ തലമുറകളുടെ വ്യത്യാസം വന്നു എന്നുള്ളതാണ്. മുത്തശ്ശീൻ്റെ അടുത്ത തലമുറയാണ് അമ്മ, അമ്മയുടെ അടുത്ത തലമുറയാണ് ഈ പറയുന്ന ടീനേജിലുള്ള പിള്ളേർ, അല്ലെങ്കിൽ യൗവനത്തിലേക്ക് പോകുന്ന ആൾക്കാർ. ഇപ്പം മനസ്സിൻ്റെ ഉള്ളിലൊരു കാര്യമുണ്ട്, എപ്പോഴും ഈ കുട്ടിയുടെ സ്വഭാവം എന്താ, മുറി അടച്ചിട്ടിരിക്കുക, മുറിയിലിരുന്നു കൊണ്ട് സ്വന്തം കാര്യങ്ങൾ നോക്കുക, കുടുംബത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒരു ഫ്രീഡം കിട്ടുന്നില്ല, ഓപ്പണായിട്ട് ഇടപെടാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. അപ്പം ഇങ്ങനെ മനസ്സിൽ കാര്യങ്ങൾ ഒതുക്കി വെച്ച് കൊണ്ടുപോകുന്നത് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് വരാനുള്ള സാധ്യത വളരെ അധികമാണ് എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ അത് ക്ലിയർ ആയിട്ട് കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണം വ്യക്തികൾ തമ്മിൽ എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിട്ട് സൈലൻസ് കൂടി വരുവാണെങ്കിൽ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മളുടെ മക്കളൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള പ്രവർത്തികളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ കമ്മ്യൂണിക്കേഷൻ, അനാവശ്യമായിട്ടുള്ള ആ ഒരു സൈലൻസിനെ നമ്മൾ കമ്മ്യൂണിക്കേഷനും കൊണ്ട് റീപ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈഗോ ഡിസ്കഷൻസ്, അല്ലെങ്കിൽ ഈഗോ, ആരാണ് ശരി എന്നുള്ള ചോദ്യം
പല സമയത്തും റിലേഷൻഷിപ്പുകളെ നശിപ്പിക്കും എന്നുള്ളതാണ്. ആരാണ് ശരി എന്നുള്ള ഫൈറ്റ് പിന്നീട് ഡിബേറ്റ് ആയിട്ട് മാറുകയാണ്. പിന്നീട് അത് ഫർദർ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആരാണ് ശരി? ആര് ശരിയായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. എപ്പോഴെങ്കിലും ഒരുത്തൻ ശരിയായിട്ടുണ്ടെങ്കിൽ അവൻ ഈ പറഞ്ഞ പോലെ ദൈവികമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉയർന്നു, അല്ലെങ്കിൽ അവന് ജ്ഞാനോദയം കിട്ടി എന്നുള്ളതാണ്. ബട്ട് സാധാരണ ഒരു കുടുംബത്തിൽ പോകുന്ന സമയത്ത് ആരാണ് ശരി എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തെറ്റുകളുണ്ട്. ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പരസ്പരം സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഫാമിലി നിലനിന്ന് പോകും. ഈ ചോദ്യം പിന്നെയും പിന്നെയും ഒരു ഡിബേറ്റ് ആയിട്ട് ഉയർന്നു വരികയാണെങ്കിൽ അവിടെ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അടുത്തതായിട്ടുള്ളത് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആണ്. അതായത് കുടുംബത്തിന് പുറത്തു നിന്നുള്ള ചില വ്യക്തികൾ കുടുംബത്തിലെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന സമയത്ത് ശകുനികളെന്ന് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ പറയാനായിട്ട് സാധിക്കും. പുറത്തു നിന്നുള്ള വ്യക്തി കുടുംബത്തിലെ ഓരോ ആൾക്കാരെയും മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, ഇമോഷണലി കൺട്രോൾ ചെയ്യുകയാണ്, അവരെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പലർക്കും എതിരെ തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കുടുംബത്തിൽ ഈ പറയുന്ന പാറ്റേൺ റിപ്പീറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ആ കുടുംബത്തിൽ വിള്ളലുണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരുപാട് ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് കൺഫ്യൂഷൻ വർദ്ധിക്കും. അതുപോലെ തന്നെ ചില കുടുംബങ്ങളിൽ ചില അൺറിസോൾവ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആ പാസ്റ്റിൽ കിടക്കുന്ന ആ ഇഷ്യൂവിനെ വീണ്ടും പ്രസന്റിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും കുത്തി കുത്തി മുറിവേൽപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉറങ്ങാൻ പോയ ആ ഒരു മുറിവിനെ വീണ്ടും വീണ്ടും ഉണർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അത് ചിലപ്പോൾ കർമ്മത്തിൻ്റെ ഭാഗമായിരിക്കാം, അല്ലേ? ഒരു കുടുംബത്തിൻ്റെ ഫാമിലി കർമ്മ ബ്രേക്കർ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരിലൂടെ കുടുംബത്തിൻ്റെ കർമ്മത്തിൻ്റെ പ്രശ്നങ്ങൾ തീരുകയാണ്. പക്ഷേ അവരായിരിക്കും ഏറ്റവും സഫർ ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ അവർ തകർന്നു പോവില്ല. ടെമ്പററി ആയിട്ട് സഫർ ചെയ്താലും അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ആളുകളും. എന്തുതന്നെയാണെങ്കിലും ഈ കുടുംബങ്ങളിൽ ഈ പറയുന്ന അൺറിസോൾവ്ഡ് കർമ്മ പിന്നീട് വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കുന്ന സമയത്ത് പ്രശ്നങ്ങളിലേക്ക് വരാൻ സാധ്യത വളരെ അധികമാണ്. അടുത്തായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഒരു കാര്യമാണ്. അവൻ അങ്ങനെയായി, അവൾക്ക് അത്രയും കൊടുത്തു, മറ്റേ ആൾക്ക് ഇത്രയും കൊടുത്തു, എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ, 1 രൂപ കുറഞ്ഞു, 2 രൂപ കുറഞ്ഞു. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ അയാളെ നിങ്ങൾ PhD വരെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ അവനെ നിങ്ങൾ PG വരെ പഠിപ്പിച്ചു, എന്നെ ഡിഗ്രി വരെ പഠിപ്പിച്ചുള്ളൂ. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ കമ്പാരിസൺ, അവനാണോ ബെറ്റർ, ഇവനാണോ ബെറ്റർ, ഈ മക്കളുടെ ഉള്ളിൽ എപ്പോഴാണ് ഈ കമ്പാരിസൺ കൂടുന്നത്? ഈ മാതാപിതാക്കൾ തന്നെയാണ് മക്കളുടെ ഉള്ളിൽ ഈ കമ്പാരിസൺ സ്വഭാവത്തിനെ ചെറുപ്പത്തിൽ കുത്തിവെക്കുന്നത്. അപ്പം എപ്പോഴും ഈക്വാലിറ്റിയെക്കുറിച്ച് സംസാരിച്ചാൽ തന്നെ, ഇപ്പം ഈ മക്കളെല്ലാവരും തുല്യരാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട് അറിയാം, ആ കുടുംബങ്ങളിലെ മക്കൾ വളർന്നു വരുന്ന സമയത്ത് അവിടെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ്. കാരണം ഈ മാതാപിതാക്കളുടെ ഉള്ളിലൊരു പേടിയാണ് അവർ തുല്യത, നീതി, അവകാശം എന്നൊക്കെയുള്ള രീതിയിൽ ചെറിയ മക്കളിലേക്ക് കുത്തിവെക്കുന്നത്. അവർ വളർന്നു വരുന്ന സമയത്തും ഈ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന അതേ പ്രശ്നം തന്നെ ഇവരിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കുറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് എംപതി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കാത്ത അവസ്ഥ. ഇത് വർദ്ധിക്കുന്ന സമയത്തും തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിലേതെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും കണ്ടു എന്ന് കരുതിയല്ല, ഇതിൻ്റെ പാറ്റേൺ പോലെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഫാമിലിയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫാമിലിയിൽ ഒരു ഫാമിലി കൗൺസിലിംഗ്, അല്ലെങ്കിൽ അതുപോലെ പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതൊരു ഫർദർ ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. സോ ഞാൻ പറയുന്നു, കുടുംബങ്ങൾ തകരുന്നത് വലിയ കാരണങ്ങൾ കൊണ്ടല്ല, കൃത്യമായ സമയത്ത് കൈകാര്യം ചെയ്യാത്തതായിട്ടുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ്. ഈ ഒരു സത്യം ഡെലിവറി ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.